നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അതിനനുസൃതമായ ഒരു ബജറ്റാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 2024-25 ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജനങ്ങളെ വളരെയധികം നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ കരകയറ്റുന്നതിനോ വരുമാനക്കുറവിലും വിലക്കയറ്റത്തിലും പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതോ ആയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ബജറ്റിലില്ല. പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് പോലും വ്യക്തമല്ലാത്ത പ്രഖ്യാപനങ്ങൾ വെറും പൊള്ള തന്നെയാണ്. പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ബജറ്റിലെ പല നിർദ്ദേശങ്ങളും നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്തൊരു ധനമന്ത്രിയെയാണ് നമുക്ക് കാണാൻ പോലും കഴിയുന്നത്. ഇത് മറച്ചുപിടിക്കാൻ ബജറ്റിലെമ്പാടും കേന്ദ്രവിരോധം കുത്തി നിറച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നാണ്, കേരളം തകരില്ലെന്നും ഇതിനെ മറികടക്കാൻ പ്ലാൻ ബി പദ്ധതിയുണ്ടെന്നൊക്കെ നിരുത്തരവാദിത്വപരമായി വാചകമടിക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ധനമന്ത്രി ഇപ്പോൾ ബജറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ ചെയ്തതും അതുതന്നെയാണ്. സംസ്ഥാനത്തെ കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചത് തന്നെ വലിയ തിരിച്ചടിയായിരിക്കുമ്പോഴാണ് ബജറ്റിലും കേന്ദ്രവിരോധം വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത്. സുപ്രീം കോടതിയിൽ കേന്ദ്രം നൽകിയ കുറിപ്പ് സാമ്പത്തിക കാര്യങ്ങളിൽ പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും നയവൈകല്യമൊക്കെ അക്കമിട്ട് നിർത്തുന്നതാണ്. ഇപ്പോൾ ഈ പ്ലാൻ ബി എന്ന് പറയുന്നത് നമ്മൾ ബജറ്റുമായി കൂട്ടിക്കിഴിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ്, അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് പറയുന്നത്. മിന്റിന് അംബാനിയെയും അദാനിയെയും ഒക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഇടതുപക്ഷക്കാരാണ് ഇപ്പോൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുന്നത്. വിദേശ സർവകലാശാലകളടക്കം വിദ്യാഭ്യാസ രംഗത്തടക്കം സ്വകാര്യ നിക്ഷേപം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഏതായാലും സ്വകാര്യ നിക്ഷേപം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഒരു വിത്തുപാകലായിരുന്നു നവകേരള സദസ് എന്നാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അന്ന് ഉമ്മൻചാണ്ടി നടത്തിയത് ജനസമ്പർക്ക പരിപാടി യഥാർത്ഥത്തിലുള്ള ജനസമ്പർക്കമായിരുന്നുവെങ്കിൽ, സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക യാത്ര നടത്തിയതെങ്കിൽ, നവകേരള സദസ്സ് ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള യാത്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ആ നവകേരളം വ്യവസായികൾക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പണം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന പുതുപണക്കാരെ അടക്കം കുഴിയിലിറക്കാനുള്ള സദസ്സായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ തോന്നുന്നത്. അത്തരത്തിലൊരു സദസ്സായിരുന്നു നവകേരള സദസ് എന്ന ചോദ്യം പോലും പ്രസക്തമാവുകയാണ്. കാരണം നമുക്കറിയാം, ഉമ്മൻചാണ്ടി ജനസമ്പർക്ക യാത്ര നടത്തുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്തിരുന്നുവെങ്കിൽ, മുഖ്യമന്ത്രി ഒരു ലിഫ്റ്റ് ഘടിപ്പിച്ച വലിയ സംവിധാനങ്ങളുള്ള ഒരു ക്യാരവാനിൽ കയറി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് വലിയ വലിയ പൗരപ്രമുഖന്മാരെ കണ്ട്, അതുപോലെ തന്നെയുള്ള വലിയ ഭക്ഷണം നമ്മൾ കണ്ടതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്തു തന്നെ പറയണം. വലിയ രീതിയിലുള്ള ഭക്ഷണം മന്ത്രിമാരും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ വലിയ ഹോട്ടലുകളിലും വലിയ വലിയ വീടുകളിലും പൗരപ്രമുഖന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് വലിയ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ യാത്രയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൗരപ്രമുഖന്മാരെ കണ്ടത് ഇത്തരത്തിലൊരു പ്ലാൻ ബി ഒരുക്കലിനായിരുന്നു എന്ന സംശയം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. അത്തരത്തിൽ കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന പണം നമുക്കറിയാം, ചില വലിയ പണക്കാരൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കോടികൾ സമ്പാദിച്ചു കഴിയുമ്പോൾ അവർക്ക് പേരും പെരുമയും ഒക്കെ വേണമെന്ന് തോന്നും. അത്തരത്തിൽ ചിലർ ചിലപ്പോൾ സിനിമ എടുക്കാൻ പോകും, ചിലർ ഏതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനെയുള്ള പല ശ്രമങ്ങളും നമ്മൾ കാണുന്നതാണ്. ചില വിദേശ മലയാളികളൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില പുതുപ്പണക്കാരൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളെ പോയി കാണും, അവർക്ക് വേണ്ട ഉപഹാരങ്ങൾ നൽകും, അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും. ഏതെങ്കിലുമൊക്കെ ഒന്നും പറ്റിയില്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ ക്ലബിന്റെ ഭാരവാഹിയായെങ്കിലും ഇരിക്കാൻ ശ്രമിക്കും. അത്തരത്തിലുള്ള പുതുപ്പണക്കാരെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില അഴകുഴമ്പൻ പണക്കാരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പിണറായി ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ബജറ്റിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം നടന്നതെന്ന് സംശയമുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ പ്ലാൻ ബി എന്ന രീതിയിലേക്ക് ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഏതായാലും പ്ലാൻ ബി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് സോഴ്സ് എന്ന് വ്യക്തമാക്കാത്ത സ്ഥിതിക്ക് ഇത് തന്നെയായിരിക്കും, അത് വരുമാനം വരുത്തുന്ന സോഴ്സ് ഇത് തന്നെയാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പിണറായി വിജയനും കൂട്ടരും പണമുണ്ടാക്കാനും പുട്ടടിക്കാനുമുള്ള പുതുവഴികൾ തേടുന്ന തിരക്കിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേന്ദ്രം ഒരു രീതിയിലും ഇനി ഒന്നും കൊടുക്കാനില്ലെന്നും കൊടുക്കാനുള്ള പണമെല്ലാം കൊടുത്തു തീർത്തുവെന്നും സുപ്രീം കോടതിയിൽ പോലും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സത്യവാങ്മൂലം സമർപ്പിച്ച സ്ഥിതിക്ക് ഇനി കേന്ദ്രത്തിന്റെ വലിയ സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കാണിക്കുകയും വ്യാജ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ട് കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന വ്യാജ പ്രചരണവുമായി മുന്നോട്ട് വരികയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. അത് ബജറ്റിലും കാണാം, അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ബജറ്റിലും ഉണ്ടായിരിക്കുന്നു.
എന്നാൽ വളരെ കൃത്യമായി തന്നെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വന്നപ്പോൾ വളരെ കൃത്യമായി തന്നെ പണത്തിന്റെ കണക്കടക്കം പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങൾ ക്യാമറ ഓഫ് ചെയ്യരുത്, ഞാൻ പറയുന്നത് സംപ്രേഷണം ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായ കണക്കുകൾ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ പ്ലാൻ ബി എന്താണ് എന്ന് ഇനി ജനങ്ങൾ കാത്തിരുന്ന് കാണാം എന്ന് തന്നെയാണ്. എന്താണ് ഇവരുടെ പ്ലാൻ ബി എന്ന് നോക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പാവം പിടിച്ച പണക്കാരൻ പ്ലാൻ ബിയിൽ പെട്ടുപോയാൽ അവന്റെ പ്ലാൻ ബി ചിലപ്പോൾ അവസാനം ജീവിതത്തിലേക്കുള്ള അവസാന യാത്രയുടെ തുടക്കമാണോ എന്ന് പോലും സംശയിക്കേണ്ട തരത്തിലാണ് കേരളത്തിലെ ധനകാര്യസ്ഥിതിയും കേരളത്തിലെ മാനേജ്മെന്റും ഒക്കെ. ഇത് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ നമുക്ക് വ്യക്തമായി അറിയാം കിറ്റെക്സ് സാബുവിനെയും ആന്തൂരിലെ സാജനെയും ഒക്കെ ഏത് രീതിയിലാണ് കേരളത്തിലെ സർക്കാർ ട്രീറ്റ് ചെയ്തതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് പണമുണ്ടാക്കാനുള്ള പുതുവഴികൾ തേടലാണ്, മറിച്ച് വ്യവസായം വളർത്താനും നാട് നന്നാക്കാനുമുള്ള യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളുമല്ല പ്ലാൻ ബി എന്ന് വ്യക്തമായി അറിയാം. പിണറായി വിജയനും കൂട്ടർക്കും ജീവിക്കാനുള്ള അല്ലെങ്കിൽ പിണറായി വിജയനും കൂട്ടർക്കും ഒക്കെ ധൂർത്ത് നടത്താനുള്ള ആയുധമായി പ്ലാൻ ബിയെ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമമാണ് ഈ പ്ലാൻ ബി എന്ന് പറയുന്നത് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും കഴിയില്ല.